നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇരട്ട പൗരത്വമുണ്ടെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് അലഹബാദ് ഹൈക്കോടതി. ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിഷയം സ്വയം അന്വേഷിക്കുകയോ കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി. ഇരട്ട പൗരത്വത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലക്നൌവിലെ പ്രത്യേക MP MLA കോടതിയിൽ BJP പ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് നടപടി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ കർശന വിലക്ക്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ലെന്ന് നേതൃത്വം. ഹൈക്കമാൻഡ് നേതാക്കളെ കാണാൻ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. സന്ദർശനം കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി പദവിയിൽ പക്ഷം പിടിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച അനവസരത്തിലാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. തന്റെ ഡൽഹി സന്ദർശനം മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ടതല്ല എന്നും ചെന്നിത്തല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അതൃപ്തി വ്യക്തമാക്കി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDF-ൽ നടക്കുന്ന ചർച്ചകൾ പുറത്തുവിടുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പൊരിവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ് ചർച്ചകളെന്നും PMA സലാം. സ്ത്രീ സംവരണ ബില്ലിനെ കുറിച്ച് പറഞ്ഞ് BJP പരിഹാസ്യമായ നാടകം കളിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത്തരം നാടകം ഇന്ത്യ മുമ്പ് കണ്ടിട്ടില്ല. നാടകത്തിൽ മോദിക്കോ BJPക്കോ ലെവലേശം ആത്മാർത്ഥതയില്ല. സ്ത്രീ സംവരണ ബിൽ വഞ്ചനയാണെന്നും തട്ടിപ്പാണെന്നും ബിനോയ് വിശ്വം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായ ICU അടുത്ത ആഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും. തീരുമാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിളിച്ച യോഗത്തിൽ. തുണികെട്ടി മറച്ചാണ് താൽക്കാലിക ICU പ്രവർത്തിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനറൽ സർജറി വിഭാഗം മേധാവി അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക യോഗം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിൽ ഒഴികെ മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില ഉയരും. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നിജേഷ് അരവിന്ദ്. നിലപാട് എവിടെയും വ്യക്തമാക്കുമെന്നും അവസാന നിമിഷം വരെ പാർട്ടിയിൽ തുടരുമെന്നും നേരത്തെ നിജേഷ് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ. പെൺകുട്ടിയെയും ഭർത്താവിനെയും അന്വേഷിച്ചാണ് പോലീസ് സംഘം എത്തിയത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ട് പെൺകുട്ടിയും ഭർത്താവും കോടതിയെ സമീപിക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.